ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്യാം സാറിനെ കണ്ടു. അപ്പോൾ ശ്യാം സാർ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ നന്ദിനി അമ്മയുടെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഓടി ചെല്ലുകയാണ്. മുത്തശ്ശിയും ആരതിയും ആദർശും വേണിയും എല്ലാവരും ഉണ്ട്. ശ്യാമേ, നിന്നെ എത്ര തവണ ഈ കൊച്ചു വിളിച്ചു? നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ ശ്യാമേ കുഴപ്പം എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോഴത്തേനും വേഗം തന്നെ നമ്മുടെ ആദർശ് പറയാണ്, ഗൗരിയെ പല തവണ വിളിച്ചു, പക്ഷേ അവളും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അച്ഛാ, അതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ വേണിങ്ങനെ നോക്കിയിട്ട്, നമ്മുടെ പ്രൊഫസർക്ക് ഇത് എന്തൊട്ടാ പറ്റിയത്? തൃശ്ശൂർക്ക് പോയ ആളല്ലല്ലോ ഈ തിരിച്ചു വന്നിരിക്കണത്, എന്താണാവോ? അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാം. ശ്യാമേ, നീ ഇത് എങ്ങോട്ടാ പോണത്? അവിടെ എന്താ ഉണ്ടായതെന്ന് നീ ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോ ശ്യാമേ. നീ എന്താ മിണ്ടാതെ പോകുന്നത്? ശ്യാമേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? വഴക്കെന്തെങ്കിലും ഉണ്ടായോ? ഒന്ന് പറയേ. ഏയ് ഇല്ല, വഴക്കൊന്നും ഉണ്ടായില്ല നന്ദിനി, പേടിക്കാൻ മാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, പ്രൊഫസറുടെ ഷർട്ടിൽ ഇത് എവിടുന്നാ കരി എന്ന് വേണി പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ഷർട്ടിൽ കരി പറ്റിയിരിപ്പുണ്ട് കേട്ടോ. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു നന്ദിനി. അയ്യോ അത് വണ്ടിയിൽ നിന്ന് പറ്റിയ കരിയായിരിക്കും. അതെന്താണെന്ന് വെച്ചാലേ, പ്രൊഫസർ വല്ല പേടിച്ച ലക്ഷണം ഉണ്ടല്ലോ. എന്തിട്ടാണാവോ സംഭവം? വേണി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. പ്രൊഫസറുടെ പരിങ്ങൽ കണ്ട്. അച്ഛാ, ശങ്കർ ഗൗരിയോട് സംസാരിച്ചോ? ശങ്കറിന് ഗൗരിയോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. ശങ്കറിന് ഒരു പ്രശ്നമില്ല, അവൻ ഗൗരിയോട് സംസാരിച്ചു. അപ്പം ചാരങ്ങാട്ടുകാരോ? അവർ ഗൗരി എന്തെങ്കിലും പറഞ്ഞോ? മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞോ? ഇത്രയും വലിയൊരു സംഭവം നടന്നല്ലേ, അവർക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കുമോ നന്ദിനി? അപ്പോൾ എന്താണെങ്കിലും ഗൗരിയെ ശരിക്ക് വഴക്ക് പറഞ്ഞു അല്ലേ ശ്യാമേ? വഴക്ക് പറഞ്ഞാലും സാരമില്ലമ്മേ, അവളോടൊന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു. അവർക്ക് അത് ക്ഷമിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് മാപ്പ് കൊടുക്കുമെന്നോ എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു ശ്യാം സാർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ ക്ഷമയോടെ നോക്കി നിൽക്കുകയാണ്. സങ്കടമൊക്കെ ആയിട്ടോ. നമ്മൾ അതൊന്നും തൽക്കാലം ശ്രദ്ധിക്കാൻ പോകണ്ട. ശങ്കർ അവളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവളോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ മതി, അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. ഇതുവരെ മനസ്സിലൊരു തീയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശങ്കർ ഗൗരിയോടൊപ്പം ഉണ്ടല്ലോ, അത് മതി എന്ന് മുത്തശ്ശിയും പറഞ്ഞ് ഇവരിങ്ങനെ ആശ്വസിക്കുക. ആരെന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും സ്വന്തം ഭർത്താവ് അവളെ വിശ്വസിച്ച് കൂടെ നിന്നാൽ ഒരു പെണ്ണിൻ്റെ ബലം എന്ന് പറയണത് അത് തന്നെയാണ്. അത് മാത്രം മതി അവളുടെ ജീവിതത്തിൽ. അവൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ടാവും നല്ല ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ ശ്യാം സാർ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാവരും പുറകെ പോയി. പക്ഷേ എങ്കിലും വേണിക്കൊരു സംശയമുണ്ട് കേട്ടോ. വേണി എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക, ശങ്കറിനെയും ഗൗരിനെയാണ്. അപ്പോൾ രണ്ടുപേരും ഓരോ സൈഡിൽ തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശങ്കറിന് വേഗം എക്കിളെടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ നേരം ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കണം അതങ്ങനെ വല്ലാതെ എക്കിളെടുക്കുന്ന കണ്ടിട്ട് ഗൗരി വേഗം തന്നെ വെള്ളമെടുത്ത്, ശങ്കർ ഇതാ വെള്ളം എന്ന് പറഞ്ഞു. എന്നിട്ട് ശങ്കർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വാങ്ങിയിട്ട് ഒരു ഒറ്റ ഏറങ്ങ് വെച്ച് കൊടുത്തു. ഈ ഗ്ലാസ് സഹിതം പൊട്ടിത്തെറിച്ച് അതെല്ലാം പോയി. അപ്പോൾ ഗൗരിക്ക് ആകെ വിഷമായി. ഇതെന്താ, ശങ്കർ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ശങ്കറിൻ്റെ സ്നേഹം ഞാൻ ഒരിക്കലും എന്താ പറയുക, സ്നേഹം തിരിച്ചറിയുമോ അല്ലെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നൊരു കാലം വരുമെന്ന് പണ്ട് ശങ്കർ പറഞ്ഞതൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൗരി ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഗൗരി വേഗം തന്നെ ശങ്കറിൻ്റെ മുഖം ഇങ്ങനെ പിടിച്ച് നേരെ നോക്കിയിട്ട്, ശങ്കർ എന്നെ ഒന്ന് നോക്ക് പ്ലീസ്, എന്നെ ഒന്ന് നോക്ക് ശങ്കർ, ഒരൊറ്റ തവണ എന്നെ ഒന്ന് വിശ്വസിക്ക് ശങ്കർ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ അവൻ ഒന്നും ചെയ്തിട്ടില്ല. അവൻ എന്നെ അവിടെ ഒരു റൂമിൽ ഒരു ദിവസം മുഴുവൻ പൂട്ടിയിട്ടു എന്നുള്ളത് സത്യമാണ് ശങ്കർ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് ആഹാരം തരാൻ വന്ന ആളുടെ കയ്യിൽ, ശങ്കറിൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ ഗൗരി ശങ്കരം എന്ന് പച്ച കുത്തി വച്ചിരുന്നു. അത് കണ്ട് ഞാൻ ആകെ ഞെട്ടിത്തെറിച്ചു പോയി. ജനലിലൂടെയാ അയാൾ എനിക്ക് കഴിക്കാനുള്ള ആഹാരം എൻ്റെ റൂമിലേക്ക് അയാൾ വെച്ച് തന്നത് ശങ്കർ. അപ്പം ശങ്കർ എന്താ പറയുക, കേൾക്കുന്നുണ്ടോ കേൾക്കാതിരിക്കുകയാണോ എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ ഇങ്ങനെ മിണ്ടാതെ നിശബ്ദനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ മുഖം എന്താ പറയുക ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുഖം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഗൗരിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന രീതിയിലാണ്. പക്ഷേ എങ്കിൽ ഗൗരിയുടെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല, താഴേക്ക് തന്നെയാണ് ശങ്കർ ഇങ്ങനെ നോക്കുന്നത്. അതെ, സത്യവാ ശങ്കർ ഞാനീ പറയണത്. അയാളാണ് നമ്മുടെ ആഹാരം തന്നുകൊണ്ടിരുന്നത്.
പക്ഷേ അയാളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ പറ്റിയില്ല. അയാളുടെ കയ്യിൽ ഗൗരി ശങ്കരം എന്ന് പച്ച കുത്തിയിരിക്കുന്നത് മാത്രമാണ് ഞാൻ കണ്ടത്. സത്യവാ, അതുകൊണ്ട് അത് ശങ്കറാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നീട് പലപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നി. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ എന്നോട് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ കരുതിയത്. അത് ശങ്കർ അല്ലാന്ന് എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ശങ്കർ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ് ശങ്കറിനെ കല്യാണം കഴിക്കാൻ എൻ്റെ വീട്ടുകാർ എന്നെ സമ്മതിച്ചത്, ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ. അല്ലാതെ അതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ശങ്കർ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്നോടിത് ചെയ്തത് ശങ്കറാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു വച്ചിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എന്താ പറയുക, ഈ ധ്രുവനുമായിട്ട് അച്ഛനുമായിട്ടുള്ള ബന്ധവും പിന്നെ ആ പണം ആവശ്യപ്പെട്ട് അവൻ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഒക്കെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ശങ്കറിൽ നിന്ന് ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയണത്. ശങ്കർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു എങ്കിൽ ഞാൻ എല്ലാവരുടെയും മുൻപിൽ സത്യങ്ങളിങ്ങനെ വിളിച്ചു പറയാനായിട്ട് നിൽക്കായിരുന്നോ? പറ ശങ്കർ. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ശങ്കർ ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ശങ്കർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നും പവിത്രയാണ്. എനിക്കറിയില്ല ഗൗരി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ എന്താ പറയേണ്ടതെന്നോ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗൗരി പറയാണ്, അതെ ശങ്കറിൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞോ, ഇല്ലെങ്കിൽ അത് മനസ്സിൽ തന്നെ കിടന്ന് ശങ്കറിനെ വീണ്ടും വീണ്ടും അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ശങ്കർ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ഗൗരിയുടെ കൈ പിടിച്ചു മാറ്റി. നീ പറയണതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ആകെ തകർന്നു പോയിട്ടോ. ധ്രുവനെ പോലെ ഒരുത്തൻ, അല്ല അവൻ ഫ്രോഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും തരം താണ ഒരുത്തൻ നിന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടുവെന്നോ? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഗൗരി? നീ പറ. പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വെറുതെ ആയല്ലോ എന്ന് ഓർത്തു. നീ പിന്നെയും നീ എന്നോട് കളവാ ഗൗരി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്തിനാ ഗൗരി നീ എന്നെ ഇങ്ങനെ പറ്റിക്കണത് എന്ന് ചോദിച്ചു. വീണ്ടും ശങ്കർ ഇങ്ങനെ തകർന്നടിഞ്ഞിരുന്ന് കരയാട്ടോ. അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പോൾ ഗൗരിക്ക് സഹിക്കാനും പറ്റണില്ല. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ വേണ്ട നമ്മുടെ മഹാദേവനാണെങ്കിൽ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് രാധയും നിൽപ്പുണ്ട്. നമ്മുടെ ശങ്കറിന് ഇത് എന്താ പറ്റിയത്, എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന് രാധാമണി ഇങ്ങനെ പറയണം. എന്താ നമ്മുടെ മോൻ ഇങ്ങനെയായി പോയത്, ഒരു പിടിയുമില്ലല്ലോ. ഞാൻ പറയണത് വല്ലത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. നമ്മുടെ മോൻ അവളുടെ വലയിൽ വീണത് കൊണ്ടാണ് നമ്മളെ അനുസരിക്കാതിരിക്കുന്നത്. അവളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. എത്രയും പെട്ടെന്ന് എനിക്ക് പഴയ ശങ്കറിനെ തിരിച്ചു വേണം. എടി രാധേ, നിന്റെ പഴയ ശങ്കറിനെ ഞാൻ പോക്കറ്റിട്ട് നടക്കുക, നീ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എടുത്ത് തിരിച്ചു തരാൻ. എടി അതെ, നിനക്കറിയാലോ രാധേ, നിനക്ക് ഈ ചരിത്രം അറിയാലോ, ഈ ചാരങ്ങാട്ട് മഹാദേവനെ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേ മുൻകൂട്ടി പലതും മുന്നിൽ കണ്ടിട്ടായിരിക്കും ഞാൻ ഓരോന്നും ചെയ്യുക. അത് നിനക്ക് ഇന്നും ഇന്നലെയും അറിയാവുന്ന കാര്യമല്ലല്ലോ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പിന്നെ ഗൗരിയുടെ ഓർമ്മ പോലും ശങ്കറിലില്ലാത്ത രീതിയിൽ ഞാൻ അവളെ മാറ്റിയിരിക്കും. അവളെ ഒന്ന് എന്താ പറയുക, പറപ്പിച്ച് കളയും ഞാൻ. നീ നോക്കിക്കോ രാധാമണി, കാണിച്ചു തരാം ഞാൻ. ഈ ചാരങ്ങാട്ട് വീട്ടിലെ ഇതാദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. അപ്പോഴാണ് മഹാദേവൻ്റെ വായിൽ നിന്ന് സത്യം പുറത്തു വരുന്നത്. ചാരങ്ങാട്ട് ഗൗരിയെപ്പോലെ തന്നെ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നോ? അവളും ഇതേപോലെ തന്നെയായിരുന്നു. നിനക്കറിയില്ലേ, ഇതേ ഡയലോഗും ഇവളെ പോലെ വലിയ ആദർശവും ഇവളെ ന്യായം പറച്ചിലും എന്തൊട്ടൊക്കെ ആയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ രാധേ? എന്നിട്ട് ഈ ഗൗരിക്കുള്ള എല്ലാ കുഴപ്പങ്ങളും അവക്കും ഉണ്ടായിരുന്നു. നീയൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇവളെ പോലെ തന്നെയായിരുന്നു ഒരു തലവേദന കേസ്. എന്നിട്ട് ഒടുക്കം എന്തൊട്ടായത് അറിയാലോ? ചെവി അറിയാതെ ഞാൻ അവളെ ചുട്ട് ചാമ്പലാക്കി കളഞ്ഞില്ലേ. അവളുടെ വീട്ടുകാർക്ക് ചാരം പോലും കിട്ടിയില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതെ, ആ പെണ്ണിൻ്റെ ഗതി തന്നെയാട്ടോ ഈ ഗൗരിക്ക് ഉണ്ടാവാൻ പോണത്. അപ്പം രാധയ്ക്ക് ഭയങ്കര സന്തോഷമായി.
നീ ചരിത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെ ഉണ്ടാക്കാൻ മാത്രമല്ല അത് ആവർത്തിക്കാൻ കൂടിയിട്ടുള്ളതാണ്. അതറിയോ നിനക്ക്? ദേ ഈ ചാരങ്ങാട്ട് വീട്ടിലെ പഴയ ചരിത്രം ഉണ്ടല്ലോ, ആവർത്തിക്കാൻ പോവാൻ്റെ രാധേ എന്ന് പറഞ്ഞു. അപ്പം രാധ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുകയാണ്. ഇവളുടെ കഥയൊന്ന് കഴിഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ രാധാമണിക്ക്. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിനെയും നന്ദിനി അമ്മേനെയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ശ്യാം സാറ് എന്തോ സ്വപ്നം കണ്ടു കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ പിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദിനിയമ്മ ഈ ശബ്ദം കേട്ട് വേഗം എഴുന്നേറ്റു. അപ്പം എന്തോ മനസ്സിൽ ഭയം തട്ടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം ശ്യാമേട്ടാ എന്ന് വിളിച്ചു. ഈ അനുഭവിച്ച നാണക്കേട് മരിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ പറയാണ്. എല്ലാവരുടെയും മുൻപിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നില്ലേ എനിക്ക്? എൻ്റെ മൂക്കും വന്നില്ലേ? ഇങ്ങനെ ഒരു ദുർവിധി വന്നല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്യാമേട്ടാ എന്ന് കുലുക്കി വിളിച്ചു നമ്മുടെ നന്ദിനിയമ്മ. അപ്പോൾ എന്താ നന്ദിനി? ശ്യാമേട്ടൻ എന്തൊക്കെയാണ് വിളിച്ചു പറയണത്? എഴുന്നേറ്റേ ഒന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ നന്ദിനിയമ്മ ശ്യാം സാറിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ പറ്റിയത്? എനിക്കിത്തിരി വെള്ളം വേണം നന്ദിനി എന്ന് പറഞ്ഞു. അപ്പം നന്ദിനി വേഗം തന്നെ അവിടെ നിന്നൊരു ജഗ്ഗി വെള്ളം എടുത്തു കൊടുത്തു. എന്താ ശ്യാമേട്ടാ, ചാരങ്ങാട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ആരോടും പറയാതെ ശ്യാമേട്ടൻ അത് മനസ്സിൽ കൊണ്ട് നടക്കല്ലേ എന്ന് ചോദിച്ചു. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല നന്ദിനി. ശ്യാമേട്ടാ, എന്നോട് കള്ളം പറയരുത്, സത്യസന്ധമായി പറയണം. ശ്യാമേട്ടൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കാണുകയും പിച്ചും ഭയം പറയുകയും അതിൻ്റെയൊക്കെ കാര്യം എന്താ? താൻ കരുതുന്നത് പോലെ ചാരങ്ങാട്ടുകാർ എന്നോടോ ഗൗരിയോടോ നമ്മുടെ മോളോടോ ഒന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ല നന്ദിനി. പക്ഷേ എന്തോ മുന്നോട്ടുള്ള ഗൗരിയുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ എന്തോ ഒരു സങ്കടം. ധ്രുവൻ്റെ പേര് ഇനി ചാരങ്ങാട്ട് വീട്ടിൽ ചർച്ചയാവാതിരിക്കുമോ? അവളുടെ കൂട്ടത്തിൽ അതും വരും. നമ്മുടെ ഗൗരി മോളുടെ മനസമാധാനത്തിനും സ്വസ്ഥതയും ഒക്കെ അത് ബാധിക്കില്ലേ? അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്ത് കിടന്നുകൊണ്ടായിരിക്കും സ്വപ്നം കണ്ടതും പിച്ചും പേയും ഒക്കെ പറഞ്ഞതും. അതായിരിക്കും നന്ദിനി, അതായിരിക്കും. ശ്യാമേട്ടാ, ഗൗരിയുടെ കാര്യം ഓർത്ത് ശ്യാമേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ചാരങ്ങാട്ടുകാരുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. പിന്നെന്താ, അവർ ചിലപ്പോൾ ഗൗരിയോട് മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്തിരിക്കും, കുത്തുവാക്കുകളും പറയും. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട എന്നാ എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്നറിയോ? മറ്റൊന്നുമല്ല, ശങ്കർ ഗൗരിയോടൊപ്പം ഉണ്ടല്ലോ. അവൻ നമ്മുടെ ഗൗരിയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത്രയും പോരെ നമുക്ക് സന്തോഷിക്കാൻ? ഇതൊക്കെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, ചാരങ്ങാട്ടുകാരും നമ്മുടെ മോളെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. അതിൻ്റെ ഒരു അവസരം വരാൻ പോവാം. അപ്പോൾ പെട്ടെന്ന് ശംസാറിൻ്റെ മനസ്സിൽ ആകെ ഓടി വന്നത് ആ മുഖത്ത് കരിവാരി തേച്ച ആ രംഗമാണ് കേട്ടോ. അതിങ്ങനെ ഓർക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനും എൻ്റെ മോളും അനുഭവിച്ച ആ അത്ര വേദന എനിക്ക് തന്നോട് തുറന്നു പറയാൻ കഴിയില്ലല്ലോ നന്ദിനി. ശ്യാമേട്ടാ, ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്ക്. സമാധാനമായിട്ടും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് നന്ദിനി ആശ്വസിപ്പിച്ചു. എന്നിട്ട് ശ്യാമം മിണ്ടാതെ ഇങ്ങനെ കിടന്നു കേട്ടോ. പക്ഷേ എങ്കിലും ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. മൊത്തം മനസ്സിൽ നമ്മുടെ ഗൗരിയെയും ആ ഉണ്ടായ ദുരനുഭവമാണ് ശ്യാം സാറിൻ്റെ മനസ്സിൽ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരിനെയാണ്. അപ്പോൾ കുറേ നേരം മിണ്ടാതിരുന്നു വീണ്ടും. അപ്പോൾ ഗൗരി പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട്, ശങ്കർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ശങ്കർ. ഇങ്ങനെ ഈ തറയിൽ ഇവിടെ ഇരിക്കാതെ എഴുന്നേൽക്ക്. എത്ര നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഒന്ന് എഴുന്നേൽക്ക് ശങ്കർ, വാ എന്ന് പറഞ്ഞാൽ ശങ്കറിനെ പിടിച്ചോട്ട് പോയി കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവിടെ കിടന്നു കേട്ടോ ശങ്കർ. എന്നിട്ട് ഗൗരി അടുത്തിങ്ങനെ ഇരുന്ന് തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരി, ഞാനൊരു സഹായം ചോദിച്ചാൽ നീ എനിക്ക് സഹായമായിട്ട് ചെയ്തു തരുമോ? എന്താ വേണ്ടതെന്ന് ശങ്കർ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. എന്നെ ഒന്ന് തനിച്ചു വിടുവോ എന്ന് ചോദിച്ചു. എനിക്ക് സമാധാനം വേണം. നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുക ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഗൗരി ആ തലോടലും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേഗം ഗൗരി എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറി നിന്നു. എന്നിട്ട് ഇങ്ങനെ ശങ്കർ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഗൗരിയുടേത്. ഗൗരിയെ, നീ ഇങ്ങ് വാ, നീ എൻ്റെ അടുത്ത് ഇരുന്നേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിരിക്കുന്നത്.
നീ ഇവിടെ ഇല്ലാണ്ടിരുന്ന ഓരോ സമയത്തും നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. എന്തുമാത്രം മിസ് ചെയ്തെന്ന് അറിയാവോ? അപ്പം ഈ പറഞ്ഞ ശങ്കർ തന്നെയാണോ ഇതെന്ന് മനസ്സിലാവാതെ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചാരങ്ങാട്ട് വീട്ടിൽ അപ്പം അടുക്കളയിലാണ് കാണുന്നത്. അപ്പം നമ്മുടെ കമലയും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയുണ്ട് കേട്ടോ, മണിമുത്തശ്ശിയില്ലേ, മുത്തശ്ശിയും അടുക്കളയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗൗരി അകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് അപ്പം തന്നെ അവിടുന്ന് പാത്രങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പോഴേക്ക് രാധാമണി തങ്കച്ചി അങ്ങ് വന്നു. ആഹാ, ഇതാരായി വന്നിരിക്കുന്നത്? എന്താണാവോ ഇവിടെ കാര്യം? നീ എന്താ ഇവിടെ? ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? എന്താ നീ എന്തിനാ ഇവിടെ ചുറ്റിത്തിരിയുന്നാ ചോദിച്ചത്? അല്ല, രാവിലത്തേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണ്ടേ? നിന്റെ കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കാനോ? കൊള്ളാം, നന്നായി എന്ന് പറഞ്ഞു. അപ്പം രാധ നിന്ന് കത്തിക്കയറുക. ഞങ്ങളെക്കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നത്? ഞങ്ങൾ അത്രയ്ക്ക് നാണം കെട്ടുകയായിരുന്നാണോ നീ വിചാരിച്ചത്? അമ്മ എന്തൊക്കെയാ പറയണത്? അപ്പം മുത്തശ്ശി ഇങ്ങനെ മണിയടിച്ചു. അമ്മ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇവൾ ഈ അടുക്കള കയറി പാചകം തുടങ്ങിയാൽ എൻ്റെ ഭർത്താവ് ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല. അമ്മ ഇങ്ങനൊന്നും പറയരുതേ. നമ്മുടെ വീടിന് മോശം വരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക. ഓ, അപ്പോൾ ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്നതൊന്നും നീ ചെയ്തിട്ടില്ല അല്ലേ? എടി, ഈ പൊട്ടത്തരമൊക്കെ നീ എൻ്റെ മോനോട് ചെന്ന് പറ. അവനൊരു മണ്ടനായതുകൊണ്ട് അവൻ ഇതൊക്കെ വിശ്വസിക്കും. പക്ഷേ ആ കാര്യമൊന്നും എന്നോട് വേണ്ട കേട്ടോ. അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അവനാ മണ്ടൻ. അവൻ്റെ മുറിയിൽ നിനക്ക് ചിലപ്പോൾ ഒരു സ്ഥാനം തന്നിട്ടുണ്ടാവും. അതിന് അവൻ്റെ ഇഷ്ടം എന്ന് കരുതി നിനക്ക് ഈ വീട്ടിൽ ഇനി ഒരിട കിട്ടുമെന്ന് നിനക്ക് ധരിക്കുകയേ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. ദേ ഞാൻ ഈ നിമിഷം പറയുക, ഇനി മേലിൽ നീ അടുക്കളയിൽ കാല് കുത്തി പോവരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഒരു വീടിൻ്റെ ഐശ്വര്യം ആ വീടിൻ്റെ അടുക്കളയെന്നാണ് പറയണത്. അറിയോ നിനക്ക്? അതുകൊണ്ടാ നിന്നെപ്പോലെ നാണവും മാനവും ഇല്ലാത്തവൾക്ക് അവിടെ സ്ഥാനമില്ല. മേലിൽ ഈ അടുക്കളയിൽ കയറിപ്പോവരുത്, മനസ്സിലായോടി എന്ന് ചോദിച്ച് ചൂടാകുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മണി അടിച്ചു കേട്ടോ. അപ്പോൾ രാധാമണി തങ്കച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മുത്തശ്ശീനെ. മനസ്സിലായെങ്കിലും നീ എന്താടി നല്ല ഉണ്ടക്കണ്ണം മേടിച്ച് എന്തിനാടി നോക്കി നിൽക്കണത്? പൊയ്ക്കൂടെ നിനക്ക്? അപ്പോഴത്തേനും നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് രാധാമണി നേരെ കമലയുടെ അടുത്തേക്ക് ചെന്നു. അതെ, ഇനി ഈ വീടിൻ്റെ അടുക്കളയിലേക്ക് അവൾ ഈ കയറിപ്പോവരുത്. അതിന് ശിക്ഷ കിട്ടുന്നത് അവൾക്ക് മാത്രമായിരിക്കില്ല. നീ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. ഈ വീടിനോട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ചാരങ്ങാട്ട് ഗൗരി ഇപ്പോൾ പുകഞ്ഞ കൊള്ളിയാ. അതുകൊണ്ട് ചാരങ്ങാട്ട് കുടുംബത്തിലെ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രാധാമണി അങ്ങ് ഇറങ്ങിപ്പോയി. പാവം മുത്തശ്ശിക്ക് വിഷമായിട്ടോ. അപ്പോൾ ഗൗരി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശങ്കർ ദേണ്ട എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് എന്താ ഇങ്ങനെ ഇരിക്കണത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ലേ? എഴുന്നേറ്റ് പോയി ഫ്രഷ് ആവുക. എന്നോടുള്ള ദേഷ്യം ആഹാരത്തോട് കാണിക്കുന്ന എന്തിനാ? ചെല്ല് ശങ്കർ. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയാം ശങ്കർ, എന്നെ ഓർത്ത് ശങ്കർ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലാവാഞ്ഞിട്ടല്ല. ശങ്കറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയും ഈ ഞാൻ തന്നെയാണെന്നും എനിക്കറിയാം. എന്നെപ്പറ്റി കേൾക്കാൻ പാടില്ലാത്തത് കേട്ടപ്പോൾ ശങ്കറിന് സഹിക്കാൻ പറ്റിയില്ല. അതും എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ശങ്കർ. ശങ്കറിനെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ശങ്കർ ചെയ്യേണ്ടത്? പറയുക. ശങ്കർ പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ എങ്ങനെയാ ശങ്കറിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാ അത് ബോധ്യപ്പെടുത്തി തരുന്നത്? എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് ഒന്ന് വിശ്വസിക്കുക. മനഃപൂർവ്വം ശങ്കറിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെച്ചതല്ല. ശങ്കറിന് വടക്കുനാഥൻ്റെ ഗിഫ്റ്റാണ് ഞാനെന്ന് ശങ്കർ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? അതുകൊണ്ട് ശങ്കറിൻ്റെ ആ വടക്കുനാഥൻ ശങ്കറിന് വിശ്വാസമില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ട് ആ വടക്കുനാഥനെ സത്യം ചെയ്ത് ഞാൻ പറയുക, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സത്യമായിട്ടും ഒരു തരത്തിലും ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല ശങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ നിസ്സഹായനായിട്ട് ഒരു നോട്ടം നോക്കിയിട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം നോക്കിയിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കുക പ്ലീസ് ശങ്കർ. ഞാൻ ശങ്കറിൻ്റെ കാല് പിടിച്ച് കെഞ്ചി പറയാം.
ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ശങ്കർ ഒന്നും പ്രതികരിച്ചില്ല, തിരിഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ഗൗരി ആകെ തകർന്നു പോയി എന്ന് തന്നെ പറയാം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.